ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ സുഭാഷ് സ്ക്വയർ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സുഭാഷ് സ്ക്വയറിൻ്റെ ഒരു ഫോട്ടോ ഇടാൻ കാരണം, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു ആളെ പേരും പറഞ്ഞ് നമ്മൾ തെരഞ്ഞെടുപ്പ് വീഡിയോസ് നമ്മൾ വിടാറില്ല. എന്നാൽ ഇപ്പോൾ വരാനുള്ള കാരണം, സുഭാഷ് സ്ക്വയറിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ്, ആ റോഡുമായി ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ടോട്ടിക്കാരൻ ഒരാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കൊണ്ടോട്ടിയിലെ ഇതൊരു അബുവാക്ക. ഏതായാലും അദ്ദേഹം കൊണ്ടോട്ടിയിൽ ഇരിക്കല്ല വേണ്ടത്, നേരെ അയാൾ വെല്ലുവിളിക്കണ്ട, അവർ സ്നേഹത്തോടെ നമ്മളെ ഭയങ്കര സുഭാഷ് സ്ക്വയറും സന്ദർശിക്കാൻ വന്നാൽ മതി. ഈ ഒരു റോഡിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും നമ്മളെ സുഭാക്ക അലിസാൻക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ് വളരെ കറക്റ്റാണ്, വളരെ ശരിയാണ്. ഒരു ബൈക്ക് വന്നാൽ, അല്ലെ ഒരു ലോറി പോകുമ്പോൾ, അല്ലെങ്കിൽ ജീപ്പ് പോകുമ്പോൾ, മറ്റൊരു വാഹനം പോകുമ്പോൾ ഇതിലെ ഒരു ബൈക്കിന് മറികടക്കാൻ സാധിക്കുന്നില്ല. വളരെ ഇടുങ്ങിയ റോഡാണ്, വളരെ വീതി കുറഞ്ഞ റോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ, അത് മാത്രമല്ല ഇവിടെ AP വിഭാഗത്തിൻ്റെ ഒരു സ്ഥാപനം അല്ലീസാനുണ്ട്. ആ അല്ലീസാൻക്ക് ഒരു വാഹനം പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ കണ്ടത്. അദ്ദേഹം മനസ്സിലാക്കിയതോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതോ ആയ ആളുകളും തെറ്റിദ്ധരിച്ചത്, ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടും സ്വഭാവക്ക എന്ന് പറഞ്ഞ ആൾ ഇവിടെ AP വിഭാഗത്തെയും EK വിഭാഗത്തെയും എല്ലാ നിലക്കും സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കുമാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ നടന്നു പോകുന്ന ഈ സ്ഥലമാണ് നമ്മളെ അല്ലീസാനിലേക്ക് പോകുന്ന റോഡ്. ഈ അല്ലീസാനിലേക്ക് ഈ അല്ലീസാൻ വരുന്ന സമയത്ത് ഇവിടെ വളരെ വീതി കുറഞ്ഞ ഒരു 2 അടി അല്ലെങ്കിൽ 3 അടി വീതിയിലുള്ള ഒരു ഇടവഴിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ചരിത്രം എല്ലാവരും അറിയണമല്ലോ. ഇതാണ് നമ്മുടെ അല്ലീസാൻ ഗേറ്റ്. അല്ലീസാനിലെ ഗേറ്റാണ് ഈ കാണുന്നത്. പുറത്താണ് സുഭാഷ് സ്ക്വയർ. അല്ലീസാനിലെ ഗേറ്റിലേക്ക് കടക്കുമ്പോൾ ഇവിടെ 10 അടിയല്ല, 12 അടിയല്ല, 15 അടി വീതിയുള്ള ഗേറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ബൈക്ക് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ 10ഉം 20ഉം വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് മുമ്പുണ്ടായിരുന്ന ആ 2 അടി വീതി ഉണ്ടായിരുന്ന ഇടവഴി, ആ ഇടവഴി വലുതാക്കിയിട്ട് റോഡാക്കിയതാണ്. അല്ലീസാൻ കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് അല്ലീസാൻ്റെ ഈ ഒരു ഷെഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ മറവ് ചെയ്യുന്ന ഒരു ശ്മശാനമുണ്ട്. അവിടുന്ന് അങ്ങോട്ടും ഈ സുഭാഷ് സ്ക്വയറിൻ്റെ വീതി നീളത്തിലുള്ള സ്ഥലങ്ങൾ ഫുള്ളായിട്ട് റോഡായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ AP EK എന്നോ ഹിന്ദു മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യന്മാരും അതിവിശാലമായിട്ട് തന്നെയാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ ഒരു നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന റോട്ടിൽ ഇല്ലാത്ത കളവ് പറഞ്ഞ് മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. ഇനി ഈ റോഡുണ്ടായ കഥ, ഈ റോഡ് ഇവിടെ 2 അല്ലെങ്കിൽ 3 അടി വീതിയുള്ള ചെറിയ ഒരു ഇടവഴിയായിരുന്നു. ഈ അല്ലീസാൻ വന്നതിൻ്റെ ശേഷം നമ്മുടെ കുണ്ടുപുഴയ്ക്കൽ സുഭാഖാൻ്റെ വാപ്പ, കുണ്ടുപുഴയ്ക്കൽ അബ്ദുള്ള കുട്ടിയാജി എന്ന വ്യക്തി, അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും വളരെ കാരുണ്യപ്രവർത്തനമായ നമ്മളെ സുഭാഖ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയൻ തന്നെ എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനായിരുന്നു. അത് ഏത് കാലത്ത് 35-40 വർഷം മുമ്പ് അദ്ദേഹം ധർമ്മം ചെയ്തിരുന്ന, നമ്മളൊക്കെ ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ധർമ്മം ചെയ്തിരുന്ന ഓരോ കഥകൾ വയസ്സായ ആളുകൾ അദ്ദേഹം മരിച്ചതിന് ശേഷം എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കുടുംബക്കാരനായ ആൾ, അദ്ദേഹം രാവിലെ പാവപ്പെട്ട ആളുകളെ കണ്ട് മനസ്സിലാക്കി, സ്ഥലമൊക്കെ മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി വെക്കും. രാത്രി കുട ചൂടിപ്പോയിട്ട്, ആളറിയാതിരിക്കാനാണ് കുട ചൂടാന്ന് പറഞ്ഞത്, രാത്രി കുട ചൂടിപ്പോയിട്ട് ആ വീട്ടിൽ ആരും അറിയാതെ പോയിട്ട് ഇദ്ദേഹം സഹായം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കുണ്ടുപുഴയ്ക്കൽ സുഭാഖാൻ്റെ വാപ്പ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും ധർമ്മിഷ്ഠനായിരുന്ന ആ സുഭാഖാൻ്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ അല്ലീസാൻ വന്ന ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ ഈ അല്ലീസാനിലേക്ക് വഴിയല്ല റോഡ് വേണം, നടവഴിയേ ഇപ്പോൾ ഉള്ളൂ. ആ റോഡിനും വേണ്ടിയിട്ട് ഇവിടെ അല്ലീസാൻ്റെ
നടത്തിപ്പിന് ആളുകൾ വന്നിട്ട് ഈ അബ്ദുള്ള കുട്ടിയാജിനോട് പോയി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനൊക്കെ മുഴുവൻ വഴിയും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് കൂടെയാണ് ഇതാകണോ ഇത്രയും വിശാലമായ റോഡ് അദ്ദേഹത്തിൻ്റെ വാപ്പ കൊടുത്ത സ്ഥലമാണത്. ഒരിഞ്ച് സ്ഥലം പോലും നമ്മളെ സവാഹക്ക അല്ലിസാനിലേക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇവിടെ വലിയൊരു മൂച്ചി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ചക്കയും മാങ്ങയും മൂച്ചിയൊക്കെ പിന്നെ പറങ്കൂച്ചിയൊക്കെ തന്നെയാണ് നമ്മുടെ മുഖ്യമായിട്ട് ഭക്ഷണം. ഒക്കെ 40-25 വർഷം മുമ്പാണ് അല്ലിസാൻ വരുന്നത് ഇവിടെ. ആ സമയത്ത് ആ വലിയൊരു മൂച്ചി മുറിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവക്കനെ പറഞ്ഞു കേൾക്കുക നല്ല മാങ്ങ ഉണ്ടായിരുന്ന മൂച്ചിയായിരുന്നു. ആ മൂച്ചി മുറിച്ചിട്ടാണ് നമ്മൾ അല്ലിസാനിലേക്ക് റോഡ് കൊടുത്തത്. അന്ന് ബാപ്പാനോട് പിന്നെ സ്വഭാവക്കും മക്കളൊക്കെ പറഞ്ഞു, എന്തിനാ ബാപ്പ ആ മൂച്ചൊക്കെ മുറിക്കുന്നത്? അല്ല, മൂച്ചി മുറിച്ചിട്ടും വേണ്ടിയില്ല, നമ്മളെ നാട്ടിൽ വികസനം വരികയാണ്, മാത്രമല്ല ഒരു ദീനി സ്ഥാപനം വരില്ലേ, അപ്പോൾ അതിനൊക്കെ എല്ലാ സഹായം നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് അബ്ദുള്ള കുട്ടിയാജി എന്ന വ്യക്തി പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടാണ് ആ മൂച്ചി മുറിച്ച് കണ്ട് ഇതിൽ ഇത്രയും വിശാലമായ റോഡ് കൊടുത്തത്. അപ്പോൾ ഈ റോഡ് കൊടുത്തതിന് ശേഷം അപ്പോൾ ചില ആളുകൾ പറയും പല്ലിസാനിലേക്ക് റോഡ് വേറെ വാങ്ങി എന്നുള്ളത്. വേറെ വാങ്ങുകയെന്ന് പറഞ്ഞാൽ അവർ വിശാലമായ ഒരു ഗേറ്റും കാര്യങ്ങളും അവർ പ്രൈവറ്റായിട്ട് തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലിസാൻ റോഡ് അവിടെ അപ്പുറത്ത് സ്ഥലം കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും ഈ റോഡ് വിശാലമായിട്ട് തന്നെ അല്ലിസാൻ ഉപയോഗിക്കുന്നുമുണ്ട് എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കല്ല, തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ പിന്നെ ഒരാളെപ്പറ്റി കളവ് പറയല്ല വേണ്ടത്, അത് അന്വേഷിക്കണം. ഇത്രയും വിശാല മനസ്സോടുകൂടി നമ്മൾക്ക് ഇത്രയും സ്ഥലം തന്നിട്ട് പിന്നെ അല്ലിസാൻ കഴിഞ്ഞ ഉടൻ തന്നെ ശ്മശാനം ഉണ്ടെന്ന് പറഞ്ഞു. ആ ശ്മശാനത്തിൽ വളരെ കുറഞ്ഞ സ്ഥലം അവിടെ ഉള്ളൂ, അത് റോഡിന് വിട്ടു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിലും ഫുള്ളായിട്ട് നീളം ഫുള്ളായിട്ടതാ നമ്മളെ സ്വഭാവക്ക ഒരിഞ്ച് സ്ഥലം പോലും അല്ലിസാൻക്ക് വിട്ടു കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ വാപ്പ കൊടുത്ത സ്ഥലത്ത് അതേ മതിൽ പുതുക്കി പണിത് വിശാലമാക്കി സൗന്ദര്യവൽക്കരണം ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അല്ലാതെ ഇവിടെ ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ മാത്രമല്ല, ഇവിടെ എല്ലാ വർഷവും AP വിഭാഗത്തിൻ്റെയും EK വിഭാഗത്തിൻ്റെയും വിശാലമായ സദസ്സുകൾ സുഭാഷ് സ്ക്വയറിൽ നടക്കുന്നുണ്ട്. റബീഉൽ അവ്വലിന് AP വിഭാഗത്തിൽ വലിയ മൗലൂദ് പരിപാടി, അതുപോലെ റമളാനിനെ അടുപ്പിച്ചുകൊണ്ട് EK വിഭാഗത്തിലെ വലിയ മൗലൂദ് സദസ്സും ഇവിടെ നടക്കാറുണ്ട്. അതിനൊക്കെ എല്ലാ സപ്പോർട്ടും സഹായവും നമ്മളെ സവാക്ക ചെയ്യുന്നുണ്ട്. അതിനു പുറമെ ഇവിടെ ഇപ്പോൾ 2 സുന്നി വിഭാഗത്തിലും വലിയ കേരള യാത്ര നടന്നു. ആ സമയത്ത് നമ്മളെ സവാക്ക 50,000 രൂപ വെച്ച് 2 വിഭാഗത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്ന, അതിന് മാത്രമല്ല ഇപ്പോൾ കുറ്റം പറയുന്ന പല ആളുകളും നമ്മുടെ സവാക്കനെ സഹായം പറ്റുന്നവരാണെന്ന് എല്ലാവർക്കും നാട്ടുകാർക്ക് അറിയാം. പിന്നെ അത് ജലനിധി ഓഫീസ്, ഊരം ഗ്രാമപഞ്ചായത്തിൻ്റെ ജലനിധി ഓഫീസ് നിൽക്കുന്നത് ഇവിടെയാണ്. ഇതിലേക്കുണ്ട് 10-12 റോഡ്, അതാരും കാണാതെ പോകണ്ട. അപ്പോൾ ഒരു ബൈക്ക് പോകാനല്ല, ലോറി പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. എന്താ ഇപ്പോൾ ഒരു കാറാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ബൈക്ക് 2 കാറിന് സുഖമായിട്ട് പോകാം. വീതി കണ്ടാളി, ഇത്രയും വീതിയിൽ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിഷയം വരുമ്പോൾ അതിന് മത്സരം ഉണ്ടാവും. ഒരാൾ വിജയിക്കും, ഒരാൾ പരാജയപ്പെടും, അതൊക്കെ സ്വാഭാവികമാണ്. എന്ന് ഈ നാട്ടിലൊക്കെ നടക്കുന്ന വിഷയം തന്നെ. പക്ഷേ എങ്കിൽ ഇങ്ങനെ കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് AP വിഭാഗത്തോടും EK വിഭാഗത്തോടും എല്ലാവരോടും നല്ല സൗഹാർദ്ദം പങ്കിടുന്ന നമ്മുടെ സ്വഭാവക്കാനെ തമ്മിൽ തെറ്റിപ്പിച്ച് കണ്ടൊന്നും നിങ്ങളാരും വോട്ടുണ്ടാക്കാനോ ഇവിടെ വിജയിക്കാനോ ആരും പരിശ്രമിക്കണ്ട. സ്വഭാവക്ക എന്തെന്നായാലും ഇവിടെ ഇത്രയും വിശാലമായ ഒരു ഏക്കർ കണക്കിന് ഭൂമി ജനങ്ങൾക്ക്, കുട്ടികൾക്കും സന്തോഷിക്കാനും ഇപ്പം രാവിലെയൊക്കെ എത്ര ആളുകളാണ് ഇവിടെ എക്സസൈസിനും ഓടാനും ചാടാനും മായി നമ്മുടെ ഈ നാട്ടിൽ വരുന്നത്. എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ എന്തായാലും ഒരു 90% സബാഹക്കാൻ്റെ പ്രവർത്തനങ്ങൾ പരിപൂർണമായിട്ടും ആത്മാർത്ഥമായിട്ടും അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിനെ ആളുകളുടെ സപ്പോർട്ടും സഹായവും കൂടുതൽ ഉണ്ടാകുമ്പോൾ തമ്മിൽ തെറ്റിപ്പിക്കുക എന്നുള്ള ചില ആളുകളുടെ ഒരു പരിപാടിയാണ് അത്. പിന്നെ നമ്മുടെ പാലുള്ള അകട്ടിലും കൊതുകിന് ചോരയാണ് ഉത്തമെന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ അതിൽ നമ്മളാരും തെറ്റിദ്ധരിക്കില്ല. നാട്ടുകാർക്ക് അറിയാം സവാക്ക ആരെ സഹായിക്കുന്നുണ്ട്, സവാക്ക എന്താ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ.
ഇപ്പോൾ വിശാലമായി വലിയ ക്യാമ്പസ് അൽ-ലിസാനിൽ തുടക്കം അൽഹംദുലില്ലാ നമ്മുടെ സബാക്കാൻ്റെ വാപ്പ കൊടുത്തിട്ടാണ് ഇവിടെ റോഡ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല ഇതിനപ്പുറത്തേക്ക് നൂറുകണക്കിന് വീടുകളുണ്ട്. ചാൽഗുണ്ട് എന്ന പ്രദേശത്തേക്കുള്ള റോഡിലേക്ക് ഈ റോഡ് പോയി മുട്ടുന്നുണ്ട്. ഇതിനൊക്കെ സഹായം സബാക്കാൻ്റെ കുടുംബം കൊടുത്ത ഈ റോഡ് തന്നെയാണ്. അല്ല ഇവിടെ ഒരു ബൈക്ക് പോകാൻ മാത്രം വീതിയോ അല്ലെങ്കിൽ പിന്നെ ഒരു ലോറി വന്നാൽ മറ്റുള്ള വാഹനങ്ങൾ തടയപ്പെടുന്ന അവസ്ഥയൊന്നുമല്ല. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇതാണ് നമ്മുടെ അൽ-ലിസാൻ ക്യാമ്പസ്. ഇതിൻ്റെ തുടക്കം ഈ വാഹനം വരാനും ഇതുണ്ടാക്കാനുള്ള മുഴുവൻ സാധനങ്ങളും എത്ര വലിയ ക്യാമ്പസ് ഉണ്ടാക്കാനുള്ള മുഴുവൻ സാധനങ്ങളും വന്നിട്ടുള്ളത് നമ്മൾ സബാഹക്ക് 1 ഇഞ്ച് സ്ഥലം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ വാപ്പ കൊടുത്ത സ്ഥലത്ത് കൂടെയാണ്. സബാഹക്ക് 1 ഇഞ്ച് സ്ഥലം പോലും അൽ-ലിസാനിലേക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്നത് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഈ സബാഹക്ക് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും ചെയ്യും. ഇത് കൊടുക്കാതിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ ഇഷ്ടം പോലെ സ്ഥലവും നല്ല വിശാലമായ റോഡും ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവരും ഈ സത്യം എല്ലാവരിലേക്കും എത്തിക്കണം. അല്ലാതെ തെറ്റിദ്ധരിക്കരുത്. സബാഹക്ക ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, പൊതുപ്രവർത്തനം മാത്രമല്ല, എല്ലാവർക്കും ഒരു സാന്ത്വന പ്രവർത്തനം കൂടി ചെയ്യുന്ന ആളാണ്. അത് എന്നും നിലനിർത്താൻ പഠിച്ചവനെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തെറ്റിദ്ധാരണ മാറ്റി സത്യം മനസ്സിലാക്കണമെന്നും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.